ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഈ 14-ാമത്തെ ഭാഗത്തിൽ പൂർണ്ണമായും തിഥി നിത്യ വിവരണമാണ് നമ്മൾ നോക്കാനിരിക്കുന്നത്. ശ്രീവിദ്യോപാസനാ സമ്പ്രദായത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് ഈ തിഥി നിത്യ ദേവതകൾ. അപ്പോൾ ഇനി ശ്രീ കാമകലാവിലാസത്തിലെ അടുത്ത ശ്ലോകം 17-ാമത്തെ ശ്ലോകം നോക്കാം. 17-ാമത്തെ ശ്ലോകം: നിത്യാസ്തിധ്യാകാരാസ്തിഥയഃ ശിവശക്തിസമരസാകാരാഃ ദിവസനിശാമയ്യസ്താഃ ശ്രീവർണ്ണാസ്തേപി തദ്വൈരൂപാഃ. ഇത് സന്ധി പിരിച്ച് വായിക്കുകയാണെങ്കിൽ നിത്യാഹ തിഥി ആകാരാഹ തിഥയഃ ശിവശക്തി സമരസ ആകാരാഹ ദിവസനിശാമയ്യഃ താഹ ശ്രീവർണ്ണാഃ തേ അപി തദ് ദ്വയീരൂപാഃ. പദങ്ങളുടെ അർത്ഥം നോക്കാം. നിത്യാഹ, നേരത്തെ പറഞ്ഞ നിത്യാദേവികൾ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ഷോഡശിയായ മഹാനിത്യയിൽ നിന്നും വ്യാപിച്ചവരായ കാലസ്വരൂപിണികളായ 15 നിത്യാദേവികൾ തിഥി ആകാരാഹ, പ്രഥമ മുതൽ പൗർണമി വരെയുള്ള 15 തിഥികളുടെ 15 പക്കങ്ങളുടെ രൂപത്തോട് കൂടിയവരാണ്. തിഥയഃ, ഈ 15 തിഥികളും ദിവസനിശാമയ്യഃ, ദിവസരാത്രികളുടെ രൂപത്തോട് കൂടിയവയുമാണ്. മാത്രമല്ല ശിവശക്തി സമരസ ആകാരാഹ, ശിവശക്തികളുടെ സാമരസ്യ സ്വരൂപങ്ങളുമാണ്. തേ ശ്രീവർണ്ണാഹ അപി, ശ്രീവർണ്ണാഹ തേ അപി, ശ്രീവിദ്യയുടെ ആ 15 ബീജാക്ഷരങ്ങളും തദ് ദ്വയീരൂപാഹ, മുൻപറഞ്ഞ അഹോരാത്ര രൂപമായും, അതായത് ദിവസരാത്രികളുടെ രൂപമായും ശിവശക്തി സാമരസ്യ രൂപമായും ദ്വയീരൂപാഹ, 2 രൂപത്തിൽ ഉള്ളവയാണ്. അതുകൊണ്ട് നിത്യകളും പഞ്ചദശി മന്ത്രത്തിന്റെ 15 ബീജാക്ഷരങ്ങളും അഹോരാത്ര സ്വരൂപിണികളായും ശിവശക്തി സാമരസ്യ രൂപിണികളായും പരിലസിക്കുന്നു. വിശദമായിട്ടുള്ള അർത്ഥം നോക്കാം. സുഭഗോദയ സ്തുതിയിലെ ഒരു ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്. നിശാദ്യാഹ ദർശാദ്യാഹ ശ്രുതി നിഗദിതാഹ പഞ്ചദശധ ഭവേയുർനിത്യാസ്താസ്തവ ജനനി മന്ത്രാക്ഷര ഗണാഹ. എന്താണ് ഇതിന്റെ അർത്ഥം? നിശാദ്യാഹ എന്ന് വെച്ചാൽ കൃഷ്ണപക്ഷത്തിലെ, അതായത് കറുത്ത പക്ഷത്തിലെ പ്രതിപദം മുതൽക്കും, ദർശാദ്യാഹ എന്ന് വെച്ചാൽ ശുക്ലപക്ഷത്തിലെ, അതായത് വെളുത്ത പക്ഷത്തിലെ പ്രതിപദം മുതൽക്കും, പഞ്ചദശധ 15 പ്രകാരത്തിൽ വരുന്ന തിഥികൾ മന്ത്രാക്ഷര ഗണാഹ, അല്ലയോ അമ്മേ നിന്തിരുവടിയുടെ മന്ത്രാക്ഷരങ്ങളാകുന്നു എന്നാണ് അർത്ഥം. അമാവാസ്യയ്ക്ക് ശേഷം ചന്ദ്രൻ കുറേശ്ശെയായി വളരുന്ന പക്ഷമാണ് വെളുത്ത പക്ഷം അഥവാ ശുക്ലപക്ഷം. പൗർണമി കഴിഞ്ഞാൽ ചന്ദ്രൻ കുറേശ്ശെയായി കുറഞ്ഞു വരുന്നതാണ് കറുത്ത പക്ഷം അഥവാ കൃഷ്ണപക്ഷം. ഇവിടെ നിശാദ്യാഹ എന്നതിന് കൃഷ്ണപക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിശാദ്യ എന്ന് പറയുമ്പോൾ നിശയിൽ നിന്ന്, അതായത് ഇരുട്ടിൽ നിന്ന് അമാവാസ്യയിൽ തുടങ്ങുന്നത് എന്ന അർത്ഥത്തിൽ ശുക്ലപക്ഷം, അതായത് വെളുത്ത പക്ഷം എന്നല്ലേ വരേണ്ടത്, അല്ലേ? പക്ഷെ ഇവിടെ കൃഷ്ണപക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുഭഗോദയ സ്തുതിയുടെ ഭാഷ്യത്തിൽ ഇതിനുള്ള വിശദീകരണം കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്: നിശാദ്യാഹ ഇത്യത്ര നിശാപദേന ലക്ഷണയാ തമഃ ഗൃഹ്യത്തെ തസ്യ തല്ലക്ഷണത്വാത് താദൃശ തമസഃ അസ്മിൻ പക്ഷേ. അതായത് ഇരുട്ടിന്റെ പക്ഷത്തിലേക്ക് നീങ്ങുന്നത്, ഇരുട്ടായി വർദ്ധിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് നിശാദ്യ എന്ന പദത്തിന് കൃഷ്ണപക്ഷ പൗർണമി കഴിഞ്ഞുള്ള പ്രഥമാ തിഥി മുതൽ എന്ന് അർത്ഥം മനസ്സിലാക്കേണ്ടത്. അതാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇരുട്ടിൽ നിന്നും തുടങ്ങുന്നത്, കറുത്ത പക്ഷത്തിലെ പ്രഥമാതിഥിയിൽ ചെറിയ തമസ് വന്നു, അത് തന്നെ കുറേശ്ശെയായി കൂടി അമാവാസ്യയിൽ ഏറ്റവും വലിയ തമസ്സായി അവസാനിക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ. എന്നാൽ ദർശാദ്യ എന്ന് പറഞ്ഞാൽ അമാവാസ്യ തന്നെയാണ്. ഏകത്ര സ്ഥിത ചന്ദ്രാർക്ക ദർശനാത്ത് ദർശ ഉച്യത്തെ. അമാവാസ്യ തിഥിയിൽ സൂര്യചന്ദ്രന്മാർ ഒരേ രേഖയിൽ നിന്നും കൊണ്ട് പരസ്പരം ദർശിക്കുന്നത് കൊണ്ട് ദർശ എന്നാണ് അമാവാസ്യയ്ക്ക് പേര്. അതാണ് ദർശാദ്യ. അമാവാസ്യ കഴിഞ്ഞുള്ള വെളുത്ത പക്ഷത്തിലെ
പ്രഥമ തിഥി മുതൽ എന്ന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. സുഭഗോദയസ്തുതി ശ്രീ ഗൗഡപാദ പ്രണീതം എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് സംസ്കൃതത്തിൽ വ്യാഖ്യാനം ഭാവബോധിനി എന്നുള്ള പേരിൽ ഒരു വ്യാഖ്യാനം ആന്ധ്രദേശീയനായ പൂജ്യ ശ്രീ പരിപൂർണ പ്രകാശാനന്ദ ഭാരതി സ്വാമികൾ രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലം 1890 മുതൽ 1982 വരെയാണ്. ആന്ധ്രയിലെ വിജയവാഡയ്ക്കടുത്തുള്ള ഗുണ്ടൂരിലെ ശ്രീ വിരൂപാക്ഷ പീഠത്തിൻ്റെ മഠാധിപതിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം പൂർവാശ്രമത്തിൽ വലിയ ഒരു ശ്രീവിദ്യോപാസകനായിരുന്നു. ശ്രീ വിരൂപാക്ഷ പീഠത്തിൽ ഇദ്ദേഹത്തിൻ്റെ മുമ്പിലത്തെ പീഠാധിപതിയായിരുന്ന ശ്രീ കല്യാണാനന്ദ ഭാരതി സ്വാമികളുടെ കല്യാണ ശ്രീകല എന്ന പേരിലുള്ള ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം അതിവിശിഷ്ടമായിട്ടുള്ള പല രഹസ്യാർത്ഥങ്ങളും പറയുന്ന ഒന്നാണ്. അപ്പോൾ ദർശാദ്യ എന്ന് പറഞ്ഞാൽ അമാവാസ്യ മുതൽ തുടങ്ങുന്ന എന്ന് അർത്ഥം. ഈ ദർശാദ്യയ്ക്ക് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. തൈത്തരീയ ബ്രാഹ്മണത്തിൽ, അതായത് വേദത്തിൽ, ചന്ദ്രൻ്റെ ശുക്ലപക്ഷ രാത്രികൾക്ക് പ്രത്യേകം പേരുകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ദർശ, ദൃഷ്ട, ദർശത, വിശ്വരൂപ, സുദർശന, ആപ്യായമാന, പ്യായമാന, പ്യായ, സുനൃത, ഇര, അപൂജ്യമാണ, പൂജ്യമാണ, പൂരയന്തി, പൂർണ്ണ, പൗർണമാസി എന്നിങ്ങനെ. സൗഭാഗ്യ ഭാസ്കരം വ്യാഖ്യാനത്തിൽ ശ്രീ ഭാസ്കര റായർ വാസനാ സുഭഗോദയത്തിലെ ഈ ഒരു ശ്ലോകം ഉദ്ധരിച്ചിട്ടുണ്ട്. ദർശാദ്യാഹ പൂർണിമാന്താശ്ച കലാഹ പഞ്ചദശൈവതു ഷോഡശീതു കലാജ്ഞേയ സച്ചിദാനന്ദ രൂപിണി. അതായത് ദർശ മുതൽ പൂർണിമ വരെ 15 ചന്ദ്രകലകളാണ് ഉള്ളത്. 16ാമത്തെ കല സച്ചിദാനന്ദ സ്വരൂപിണിയായ പരാശക്തിയാണ് എന്ന് അർത്ഥം. ഈ 16ാമത്തെ കലയ്ക്ക് സാദ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. സാദാഖ്യ കല എന്ന് വെച്ചാൽ സാദ എന്നുള്ള ആഖ്യ പേര് ഉള്ള കല. ശുക്ലപക്ഷ രാത്രികൾക്ക് ഉള്ളതുപോലെ തന്നെ തിഥി സഞ്ചരിക്കുന്ന ശുക്ലപക്ഷ പകലുകൾക്കും പേരുകൾ പറയുന്നുണ്ട്. സംജ്ഞാന, വിജ്ഞാന, പ്രജ്ഞാന, ജാനദ്, അഭിജാനദ്, സങ്കല്പമാന, പ്രകൽപ്പമാന, ഉപകൽപ്പമാന, ഉപക്ലിപ്ത, ക്ലിപ്ത, ശ്രേയസ്, വശീയസ്, ആയത്, സംഭൂത, ഭൂത എന്നിങ്ങനെ 15 പേരുകൾ. അതുപോലെ തന്നെ കൃഷ്ണപക്ഷത്തിൻ്റെ ദിനരാത്രങ്ങൾക്കും പ്രത്യേകം പേരുകളുണ്ട്. അപ്പോൾ തിഥയ ദിവസനിശാമയ്യ, ദർശ മുതലുള്ള 15 തിഥികളും ദിനരാത്രങ്ങളുടെ രൂപത്തിലുള്ളവയാണ് എന്ന് അർത്ഥം. ഭാവനോപനിഷത്തിലെ 35ാം മന്ത്രമാണ് പഞ്ചദശ തിഥിരൂപേണ കാലസ്യ പരിണാമ അവലോകനം. എന്നുവെച്ചാൽ കാലത്തിൻ്റെ ക്രമം 15 നിത്യകളുടെ അധിഷ്ഠാനമായിരിക്കുന്ന 15 തിഥികളുടെ രൂപത്തിൽ വീക്ഷിക്കപ്പെടുന്നു എന്ന് അർത്ഥം. ഈ ഭാവനോപനിഷത്ത് മന്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ശ്രീ ഭാസ്കര റായർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദർശ, ദൃഷ്ട, ദർശത ഇത്യാദി ശ്രുതി പരിഗണിതാഹ പഞ്ചദശ കാലാഹ സന്തി തായേവ പ്രതിപദാദി പൂർണിമാന്ത തിഥിരൂപാഹ തായേവ ച കാമേശ്വര്യാദി ചിത്രാന്ത നിത്യാഭിഃ അഭിന്നാഹ സാദാ ഏവ തു ലളിത ഈദൃശസ്യ ച നിത്യം പരിവർത്തമാനസ്യ കാലരൂപ തിഥിചക്രസ്യ അന്തരേവ ശ്രീചക്രം തിഷ്ഠതി നതു ബഹിഃ. അതായത് ചന്ദ്രമണ്ഡലത്തിലെ സാദാ എന്നറിയപ്പെടുന്ന പ്രധാന കലയായും ആ കലയുടെ വ്യാപ്തങ്ങളായ, ഈ പ്രയോഗം ശ്രദ്ധിക്കണം, നിത്യാഹ അനയ വ്യാപ്താഹ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ സാദാ ആകുന്ന ഷോഡശീ കലയുടെ വ്യാപ്തങ്ങളായ 15 ഉപകലകളും പ്രഥമ മുതൽ പൗർണമി വരെ, കാമേശ്വരി മുതൽ ചിത്ര വരെയുള്ള 15 നിത്യാദേവതകളായി പ്രകാശിക്കുന്നു. ഈ 16 നിത്യാകലകളുടെ സമൂഹമാണ് കാലരൂപ തിഥിചക്രം എന്ന് അറിയപ്പെടുന്നത്. വ്യാപ്തമായ 15 കലകളും പ്രതിദിനം ശോഷിക്കുകയും വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മാറ്റമൊന്നുമില്ലാത്ത അധിഷ്ഠാന സാദാകലയാണ് ഷോഡശീകലയായ മഹാനിത്യ. അകാല കലിത പരസംവിത് സ്വരൂപ എന്നാണ് ഷോഡശീകലയായ മഹാനിത്യയെ വിവരിച്ചിരിക്കുന്നത്. അതായത് ലൗകിക ദശയുടെ ഭാഗമായ കാലം എന്ന ഘടനയുമായി ഒരു സംബന്ധവുമില്ലാത്ത പാരമാർത്ഥികമായ ജ്ഞാനസ്വരൂപിണി, ദേശകാല വ്യവസ്ഥകൾക്ക് അതീതയായവൾ എന്ന് അർത്ഥം. ഇവിടെ നമ്മൾ തുടക്കത്തിൽ ശക്തിതത്വം വിവരിച്ച സന്ദർഭത്തിൽ
നിത്യ എന്ന വിശേഷണത്തിന് പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ്. ഈ കാലചക്രത്തിന്റെ മധ്യത്തിലാണ് ശ്രീചക്രം പ്രകാശിക്കുന്നത്, അല്ലാതെ പുറത്ത് എവിടെയുമല്ല. കാലരൂപ തിഥിചക്രസ്യ അന്തരേവ ശ്രീചക്രം തിഷ്ഠതി നതു ബഹിഹി. ദിനരാത്രങ്ങളില് ശുക്ലപക്ഷത്തിലെ പ്രതിപദം മുതൽ പൗർണമി വരെയും കൃഷ്ണപക്ഷത്തിലെ പ്രതിപദം മുതൽ അമാവാസ്യ വരെയും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഈ തിഥികൾ ശിവശക്തി സമരസ ആകാരാഹ, ശിവശക്തികളുടെ സാമരസ്യ രൂപങ്ങളായിട്ട് ഉള്ളവയുമാണ്. നിത്യാഷോഡശികാർണവത്തിന് ദീപികാ വ്യാഖ്യാനം രചിച്ച ശ്രീ അമൃതാനന്ദനാഥരുടെ ഒരു കൃതിയാണ് ചിദ്വിലാസ സ്തവം. മനോഹരമായ ശ്ലോകങ്ങളാണ് ഈ കൃതിയിൽ. തൻ്റെ ഗുരുവായ ശ്രീ പുണ്യാനന്ദനാഥ മഹായോഗികളുടെ ഈ ആശയത്തിൽ, അതായത് ദിനരാത്രങ്ങൾ ശിവശക്തി രൂപങ്ങളാണ് എന്നുള്ള ആശയത്തിൽ ചിദ്വിലാസ സ്തവത്തിൽ ഒരു ശ്ലോകമുണ്ട്. ഇതാണ്: സാ നിശാ സകലലോകമോഹിനി വാസരസ്സഖലു സർവബോധകഃ സാമരസ്യമിഹ സന്ധിരേതയോഃ ശ്രീപരൈവ നനു സാന്ധ്യദേവത. അതായത് സകല ജീവികളെയും രാഗദ്വേഷങ്ങളെ കൊണ്ട് മോഹിപ്പിക്കുന്ന ശക്തി രാത്രി രൂപത്തിലും പ്രകാശമാകുന്ന വെളിച്ചം പകരുന്ന ശിവം പകലിന്റെ രൂപത്തിലും അവരുടെ സാമരസ്യ സ്വരൂപത്തില് ത്രിസന്ധ്യകളിലും സ്ഥിതി ചെയ്യുന്നു. ശ്രീപരൈവ നനു സാന്ധ്യദേവത. ശിവശക്തി ഐക്യ ശ്രീവിദ്യാസ്വരൂപിണി തന്നെയാണ് സന്ധ്യയുടെ ദേവത എന്ന് അർത്ഥം. നിത്യ ഷോഡശികാരൂപ എന്ന ഒരു നാമം 391 നാമമായിട്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിലുണ്ട്. ആ നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ ശ്രീ ഭാസ്കരരായർ തന്ത്രരാജതന്ത്രത്തിലെ ഒരു ശ്ലോകം ഉദ്ധരിച്ചിട്ടുണ്ട്. ആദ്യായ ലളിതായാഹ സ്യുരന്യാഹ പഞ്ചദശാംഗകാഹ ലളിതാംഗിത്വരൂപേണ സർവാസാം ആത്മവിഗ്രഹ. അതായത് 16 തിഥികളിൽ ആദ്യയായ ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയുടെ അംഗങ്ങളാണ് ബാക്കിയുള്ള 15 നിത്യകൾ. അംഗിത്വരൂപമുള്ള ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരി തിഥി നിത്യകളുടെ ആത്മസ്വരൂപയാണ് എന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ശ്രീ കാമകലാവിലാസത്തിലെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന 17 ശ്ലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ആ തിഥിരൂപകളായ നിത്യാദേവികൾ തേ ശ്രീവർണ അപി തദ് ദ്വയീരൂപാഹ. ശ്രീവർണ അപി ശ്രീവിദ്യാ മന്ത്രമായും ആ മന്ത്രത്തിന്റെ 15 ബീജാക്ഷരങ്ങളായും തദ് ദ്വയീരൂപ ആ 2 രൂപത്തിലും വിളങ്ങുന്നു. അതായത് ദിവസനിശാരൂപങ്ങളിലുള്ള 15 തിഥികളായും പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ 15 ബീജങ്ങളായും 2 രൂപത്തിലും സ്ഥിതി ചെയ്യുന്നു. ഈ തിഥി ദേവതകൾ നിലകൊള്ളുന്നു എന്ന് സാരം. ശ്രീവർണം എന്ന് വെച്ചാൽ ശ്രീവിദ്യയുടെ വർണ്ണങ്ങൾ, ബീജങ്ങൾ, അതായത് ശ്രീമദ് പഞ്ചദശാക്ഷരി മന്ത്രം. ഈ 15 തിഥികൾ തിഥിനിത്യ ദേവതകളാണ് 15 ബീജങ്ങളുള്ള പഞ്ചദശാക്ഷരി മന്ത്രമായി പരിണമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പഞ്ചദശി മന്ത്രത്തിന്റെ അതിസൂക്ഷ്മമായ ദിവ്യത്വമാണ് ഇവിടെ സൂചിതമായിട്ടുള്ളത്. 3 ഖണ്ഡങ്ങളായിട്ടുള്ള പഞ്ചദശി മന്ത്രത്തിൽ എങ്ങനെയാണ് ഓരോ ഖണ്ഡത്തിലും 5 5 5 എന്നുള്ള കണക്കിലെ ബീജങ്ങൾ രൂപം കൊള്ളാതെ 5 6 4 എന്നിങ്ങനെയായത് എന്നതിൻ്റെ വിശദീകരണം കൂടി ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ വിശ്വരൂപ എന്ന 256 നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ ശ്രീ ഭാസ്കരരായർ വിശദീകരിച്ചിട്ടുണ്ട്. 5 6 4 വാഗ്ഭവകൂടത്തിൽ 5 ബീജങ്ങൾ, കാമരാജകൂടത്തിൽ 6, ശക്തികൂടത്തിൽ 4. അപ്പോൾ അങ്ങനെ 5 5 5 എന്നാകാതെ 5 6 4 എന്ന് ആയതിൻ്റെ കണക്കാണ്. യദ്യപി ഖണ്ഡത്രയമപി സമാന സംഖ്യമേവ തഥാപ്യേകാദശ്യാ ദശമീ വേദേ ദശമീത്വാത് അപോഷ്യാ ദ്വാദശീ ശുദ്ധേതി വചനത്വാത് ദ്വാദശ്യാ ഏവൈകാദശീത്വാത് ചരമഖണ്ഡാന്തർഗത തിഥേർ മധ്യമഖണ്ഡേ പ്രവേശാൻ മന്ത്രേ ദ്വിതീയ തൃതീയ ഖണ്ഡൗ ഷഡ് ചതുരക്ഷരൗ ഭവതഃ. അതായത് 3 ഖണ്ഡങ്ങൾക്കും സമാനമായ 5 സംഖ്യകളാണെങ്കിൽ പോലും വേദ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കാരണം ദശമീ തിഥി ഏകാദശിയിൽ ലയിക്കുന്നത് കൊണ്ട് ഏകാദശിക്ക് ദശമിത്വം, ഏകാദശി ദശമയുടെ ഭാഗമായി തീരുന്നു. ദ്വാദശി ശുദ്ധമായി തനിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട്
ദശമി കഴിഞ്ഞുള്ള ഏകാദശിയുടെ സ്ഥാനം ദ്വാദശ്യാ ഏവ ഏകാദശീത്വാത്, ദ്വാദശി ഏറ്റെടുക്കുന്നു. അത് കാരണം ചരമഖണ്ഡ അന്തർഗത തിഥേഹേ മധ്യമഖണ്ഡേ പ്രവേശാത്ത്, അവസാനത്തെ ഖണ്ഡത്തിലുള്ള ഒരു തിഥി രണ്ടാമത്തെ, അതായത് മധ്യഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് പഞ്ചദശിയുടെ രണ്ടാമത്തെ കൂടത്തിൽ 6 അക്ഷരങ്ങളും മൂന്നാമത്തെ കൂടത്തിൽ 4 അക്ഷരങ്ങളും ഉണ്ടായി എന്ന് അർത്ഥം. മന്ത്രേ ദ്വിതീയ തൃതീയ ഖണ്ഡവും ഷഡ് ചതുരക്ഷരവും ഭവതഃ. കുറച്ച് സങ്കീർണമായ വിഷയമാണ്. കൂടുതൽ വിശദീകരണം ശ്രീ ഭാസ്കര റായറും കൊടുത്തിട്ടില്ല. സമാനമായ അക്ഷരങ്ങളുടെ 3 ഖണ്ഡങ്ങൾക്ക് പകരം പഞ്ചദശി മന്ത്രം 5, 6, 4 എന്നുള്ള രീതിയിൽ ആയതിനുള്ള കാരണം ഒരു പ്രത്യേക രീതിയിൽ തിഥികളുടെ ക്രമത്തിൽ വരുന്ന ഒരു മാറ്റം കൊണ്ടാണ് എന്നതാണ് പറഞ്ഞിട്ടുള്ളതിൻ്റെ സാരം. തിഥിരൂപേണ കാലസ്യ പരിണാമാവലോകനം നിത്യ പഞ്ചദശൈതാഹ സ്യുരിതി പ്രോക്താസ്തു വാസനാഹ. ഇത് തന്ത്രരാജതന്ത്രത്തിലെ ഒരു ശ്ലോകമാണ്. തന്ത്രരാജതന്ത്രത്തില് തിഥിനിത്യകളുടെ വാസന എന്ന് പറയുന്ന 35-ാം പടലത്തിന്റെ ഏതാണ്ട് ഒരു സമാപ്തി ശ്ലോകമായിട്ടുള്ളതാണ് ഈ ശ്ലോകം. നമ്മൾ കുറച്ച് മുമ്പ് മനസ്സിലാക്കിയ ഭാവനോപനിഷത്തിലെ 35-ാം മന്ത്രവും ഇത് തന്നെയാണ്. പഞ്ചദശ തിഥിരൂപേണ കാലസ്യ പരിണാമാവലോകനം. ഇതിന്റെ അർത്ഥം തിഥികളുടെ രൂപത്തിലുള്ള കാലപരിണാമത്തിന്റെ ഒരു അവലോകനമാണ് 15 നിത്യാദേവതകളുമായുള്ള സ്വാത്മൈക്യ ഭാവനം എന്നാണ്. എന്താണ് ഈ സ്വാത്മൈക്യ ഭാവനം എന്നിവിടെ സൂചിപ്പിക്കേണ്ട കാരണം? എങ്ങനെയാണ് ഈ ചന്ദ്രൻ വളരുന്നതും കുറയുന്നതുമായ രൂപത്തിലുള്ള 15 തിഥികളുമായി ശ്രീവിദ്യോപാസനയിൽ, പ്രത്യേകിച്ച് ശ്രീചക്രത്തിൽ ഒരു ദേവതാഗണം, ഒരു സെറ്റ് ദേവതകളുടെ നിര ഉണ്ടായത്? പ്രത്യേകിച്ച് ആവരണ ദേവതകളിൽപ്പെട്ടവരുമല്ല ഈ നിത്യാദേവതകൾ, അല്ലെ? 3 ഖണ്ഡങ്ങളായിട്ട് ശ്രീചക്രത്തിന്റെ മധ്യത്രികോണത്തിന്റെ 3 ഭാഗത്തുമായിട്ടാണ് ഇവരുടെ സ്ഥാനം. മധ്യത്തില് ഷോഡശകലയായ മഹാനിത്യയുടെ. പ്രഥമ ത്രികോണത്തിന്റെ താഴെയുള്ള അഗ്രത്തിൽ നിന്നും വലത്തുവശത്ത് മേൽപോട്ടായി പോകുന്ന രേഖയിൽ കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, പിന്നെ മുകളിലുള്ള വലത്തു നിന്നും ഇടത്തേക്കായി പോകുന്ന തിരശ്ചീനമായ രേഖയിൽ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രേഖയിൽ മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, പിന്നെ ഇടത്തുവശത്ത് മുകളിൽ നിന്നും താഴേക്കായി ചെരിഞ്ഞിറങ്ങുന്ന തിര്യരേഖയിൽ നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര എന്നിങ്ങനെയാണ് തിഥിനിത്യകളുടെ സ്ഥാനം ശ്രീചക്ര മധ്യത്രികോണത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ നിത്യാപൂജനത്തിന്റെ ഉപക്രമണം അല്ലെങ്കിൽ ശ്രീചക്രത്തിലെ നിത്യാദേവതകളുടെ പ്രവേശനം സംഭവിച്ചത്? ഇതിന്റെ ഒരു സൂചന, ഒരു സൂക്ഷ്മ പരാമർശം കിട്ടുന്നത് സുഭഗോദയ സ്തുതിയിലെ ശ്ലോകങ്ങളിൽ നിന്നാണ്. ഉദാഹരണത്തിന് 2 ശ്ലോകങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് അർത്ഥം പറയാം. പദാർത്ഥ വിശകലനം ചെയ്ത് സമയം കളയുന്നില്ല. കലായാഹ ഷോഡശ്യാഹ പ്രതിഫലിത ബിംബേന സഹിതം തദീയൈഃ പീയൂഷൈഃ പുനരധികമാപ്ലാചിത തനുഃ സിതേ പക്ഷേ സർവാസ്ഥിതയ ഇഹ കൃഷ്ണേപി ച സമാ യഥാചാമാവാസ്യാ ഭവതി നഹി പൂജ സമയിനാം. അതായത് നിന്തിരുവടിയുടെ സാദാ എന്ന പേരുള്ള ഷോഡശീ കല 15 തിഥികളുടെയും പ്രതിബിംബസഹിതം ആധാരചക്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അതുകൊണ്ട് ചന്ദ്രമണ്ഡലത്തിൽ നിന്നും അധികമായി അമൃതം ശ്രവിപ്പിച്ച് ഉപാസകന്റെ ശരീരത്തെ നനയ്ക്കുകയും ചെയ്യുന്നു. സിതേ പക്ഷേ സർവാഹ തിഥയ ഇഹ കൃഷ്ണേ അപി സമ. ഇത് ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും എല്ലാ തിഥികൾക്കും സമമാണ്. പക്ഷെ അമാവാസ്യയിൽ ഇത് സംഭവിക്കാത്തത് കൊണ്ട് സമയാചാരത്തിലെ ഉപാസകർക്ക് അമാവാസ്യയിൽ പൂജ നിഷിദ്ധമാണ്. അമാവാസ്യ പൂജ നഹി സമയിനാം. ഇനി അടുത്ത ശ്ലോകം. ഇടായാം പിങ്കള്യാം ചരതൈഹ തൗ സൂര്യ ശശിനൗ തമസ്യാധാരേ തൗ യതിതു മിലിതൗ സാ തിഥിരമ തദാജ്ഞാചക്രസ്ഥം ശിശിരകരബിംബേ രവിനിഭം ദൃഢവ്യാലീഢം സദ്വികളിത സുധാസാര വിസരം. ഇട പിങ്കള നാഡികളില് സൂര്യചന്ദ്രന്മാർ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രന്മാർ മൂലാധാര ചക്രത്തില്
പരസ്പരം സന്ധിക്കുമ്പോൾ, മേളിക്കുമ്പോഴാണ് സാ തിഥി അമ, അത് അമാവാസ്യ തിഥി ആകുന്നത്. അപ്പോ തമസി ആധാരെ, മൂലാധാരം അന്ധകാരത്തിൽ ആഴുന്നു. ആ അമാവാസ്യ തിഥിയില് ആജ്ഞാചക്രത്തിലുള്ള ശശിബിംബത്തിൽ സൂര്യന്റെ പ്രകാശം വീഴുന്നില്ല. അതുകൊണ്ട് സുധാവർഷം വികളിതമാവുകയും നാഡികൾ വരണ്ടു പോവുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് അമൃതപാനം ഭേദിക്കപ്പെടുന്ന കുണ്ടലിനി ശക്തി ഉണരുന്നതിന് കാരണമായും ഇത് ഭവിക്കുന്നു. അതുകൊണ്ടാണ് അമാവാസ്യയിൽ സമയികൾക്ക് പൂജ നിഷിദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം. സുഭഗോദയ സ്തുതിയിലെ ഏതാണ്ട് മുഴുവൻ ശ്ലോകങ്ങളും പൂർവ്വസമയാചാര രീതിയെയാണ് വിവരിക്കുന്നത്. പല തിഥികളിലും വിവിധ ആധാരചക്രങ്ങളിലും ശ്രീചക്രത്തിന്റെ ആവരണങ്ങളുമായി യോജിപ്പിച്ചുള്ള പഞ്ചദശി ബീജങ്ങൾ, മാതൃകാക്ഷരങ്ങൾ സഹിതമുള്ള കുണ്ടലിനി സാധനയാണ് മുഴുക്കെ വിവരിച്ചിരിക്കുന്നത്. മഹായോഗ സമയീ സപര്യ എന്നറിയപ്പെടുന്ന ഇതാണ് ബാഹ്യപൂജകൾ ഒഴിച്ചുള്ള ആന്തരികമായ ശ്രീചക്ര പൂജനം. ശ്രീ ലക്ഷ്മീധരാചാര്യർ സൗന്ദര്യലഹരി വ്യാഖ്യാനത്തിൽ പ്രകീർത്തിക്കുന്ന സമയപൂജ. സമയിനാം മന്ത്രസ്യ പുരശ്ചരണം നാസ്തി, ജപോ നാസ്തി, ബാഹ്യഹോമ അപി നാസ്തി, ബാഹ്യപൂജാവിധയോ ന സന്ധ്യേവ, ഹൃത് കമലയേവ സർവം യാവത് അനുഷ്ഠേയം, ദഹരാകാശജം നാമ ഹൃദയാകാശാവകാശേ ചക്രസ്യ പൂജനം, ഇതമേവ സമയപൂജേത്യാഹു സമയിനഃ എന്നാണ് ശ്രീ ലക്ഷ്മീധരാചാര്യർ സമയാചാരത്തെ നിർവചിച്ചിരിക്കുന്നത്. അർത്ഥം സ്പഷ്ടമാണ്. സമയികൾക്ക് മന്ത്രപുരശ്ചരണമില്ല, ബാഹ്യപൂജ ഹോമമൊന്നുമില്ല. കുണ്ടലിനി സ്വരൂപയായ ശ്രീ മഹാത്രിപുരസുന്ദരിക്ക് ഹൃദയകമലത്തിലുള്ള ശ്രീചക്ര പൂജ സാധന മാത്രമാണ് അമാവാസ്യ ഒഴിച്ചുള്ള ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും നിർവഹിക്കേണ്ടത്. അതാണ് സമയമാർഗത്തിന്റെ സമയപൂജ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ബാഹ്യപൂജയ്ക്ക് വേണ്ട ക്രിയാകലാപങ്ങൾക്കായും അതിനുവേണ്ട സാധനങ്ങളും സാമഗ്രികളും ഒരുക്കൂട്ടുന്നതിനു വേണ്ടിയും അവർക്ക് ക്ലേശിക്കേണ്ടതും ഇല്ല. ബാഹ്യപൂജാനാം തത് ക്രിയാകലാപേച തത് സമ്പാദനായാം ക്ലേശോ നാസ്തി സമയിനാം. കഠിനമായ ഒരു സാധനാക്രമം അതിയായ ഗൗരവത്തോടുകൂടി ഉപാസകൻ നിത്യജീവിതത്തിൽ നിരന്തരം പാലിക്കുന്ന ഒരു രീതി ആയിരുന്നിരിക്കണം ഈ സമയമാർഗം ആദികാലങ്ങളിൽ. യേ സമയിനോ യോഗീശ്വര ജീവൻമുക്താഃ സംസാരയാത്രാം അനുവർത്തമാനാഃ സാദാഖ്യതത്വം അനുചിന്തയന്തഃ ആത്മൈക്യപ്രവണാഃ വർത്തന്തെ സമയപ്രകാരോ നിരൂപിതഃ. അതായത് ഇഹലോക ജീവിതമാകുന്ന സംസാരയാത്ര അനുവർത്തിച്ചുകൊണ്ട് തന്നെ ആത്മൈക്യം ഒന്നു മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സദാ സാദാഖ്യതത്വ ധ്യാനമാകുന്ന, നേരത്തെ പറഞ്ഞ സ്വാത്മൈക്യ ഭാവനയിൽ മുഴുകിയിരിക്കുന്ന യോഗീശ്വരന്മാർക്ക് വേണ്ടി നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ പൂർവ സമയാചാരം. സഹമയാ വർത്തതേ ഇതി സമയഃ. അനവരതം അനുലോമമായിട്ടും പ്രതിലോമമായിട്ടും ഉള്ള എല്ലാ തിഥികളിലും സാധിക്കുന്ന കുണ്ടലിനീ ശക്തിയായ ശ്രീ മഹാത്രിപുരസുന്ദരിയുടെ സാധനയാണ് സമയാചാരം. ഇന്നിപ്പോൾ പല സമ്പ്രദായങ്ങളിലും അതിൻ്റെ ഒരു ശേഷിപ്പ് മാത്രമാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? ആന്തരികമായി ചെയ്യുന്ന സാധനയാണെങ്കിൽ പോലും ഇന്ന് നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ സ്ഥൂല ഉപാസനയുടെ പരിധിയിൽ ഉള്ളവയാണ്. കാരണം ആധാരചക്രങ്ങൾ സൂക്ഷ്മ ശരീര സംബന്ധികളാണ്. വിവിധ ആധാരചക്രങ്ങളിലും വിവിധ രീതിയിലും ചെയ്യുന്ന മന്ത്രജപം ഇന്ന് ഷഡ്ചക്ര സ്ഥാനങ്ങളെയൊക്കെ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് ചെയ്യുന്ന മന്ത്രസാധനകളെല്ലാം തന്നെ മാനസികമായ ഒരു സങ്കല്പ പൂജ മാത്രമാണ്. പ്രതീകാത്മകമായി മാത്രം ചെയ്യുന്ന ഒരു പൂജ, സാധന എന്നുകൂടിയും പറയാനാവില്ല. ഇന്ന് സമയാചാരം, കൗളാചാരം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥമേ വേറെയാണ്. സമയാചാരത്തിൻ്റെ സാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യോഗസിദ്ധനായ ഗുരുവിൻ്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ മൂലബന്ധം, ഉഡ്യാണബന്ധം, ജാലന്ധര ബന്ധം മുതലായുള്ള യോഗമുദ്രകൾ അഭ്യസിച്ച് ഇടാപിങ്കള നാഡികളിൽ ഭ്രമണം ചെയ്യുന്ന സൂര്യചന്ദ്ര ചൈതന്യങ്ങളുടെ ഗതി നിരോധിക്കുന്നത് വഴി സുഷുമ്നാ നാഡിയിൽ പ്രാണവായുവിൻ്റെ സമ്മർദ്ദം സംഭവിക്കുമ്പോഴാണ് ഷഡ്ചക്രങ്ങളുടെ ജ്ഞാനം, അതാത് സ്ഥാനങ്ങളിലുള്ള
ആധാരചക്രങ്ങളുടെ അവബോധം തന്നെ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ ആധാരചക്രങ്ങളും നാഡികളും ഗ്രന്ഥികളുമെല്ലാം നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷ്മ ശരീര സംബന്ധികളാണ്. ഇന്ന് സാമാന്യനായ ഉപാസകന് ഇതെല്ലാം അനുഭവവേദ്യമല്ലാത്ത കാര്യങ്ങളാണ്. കൂടുതൽ വൈദികമായ ചടങ്ങുകളും ആചാരങ്ങളും കടന്നുകയറി ശ്രീവിദ്യോപാസന സമ്പ്രദായം കൂടുതൽ ബ്രാഹ്മണീയവും ഗൃഹസ്ഥാശ്രമികൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതുമായ ഉപാസനാക്രമമാവുന്നതിന് മുൻപുള്ള ഒരു സാധനാ മാർഗം ആയിരുന്നിരിക്കണം ഈ പറഞ്ഞ പൂർവ്വസമയാചാര മാർഗം. 18-ാം നൂറ്റാണ്ടിൻ്റെ പൂർവ്വഭാഗത്തിൽ ജീവിച്ചിരുന്ന ശ്രീ ഭാസ്കരരായരുടെ കാലത്ത് തന്നെ ശ്രീവിദ്യോപാസന സമ്പ്രദായത്തിൽ വൈദികവൽക്കരണത്തിൻ്റെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവണം. ശ്രീ ഭാസ്കരരായരുടെ സമയമാർഗം ഈ രീതിയിലുള്ള പൂർണ്ണമായും കുണ്ടലിനി യോഗ സാധനയിൽ അധിഷ്ഠിതമായ ഒന്നായിരുന്നില്ല എന്നത് വ്യക്തമാണ്. ഇന്ന് നമ്മുടെ ഉപാസനാ സമ്പ്രദായങ്ങളിൽ, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ, സമയാചാരം എന്ന് പറയുന്നത് മാനസിക ജപം, പരശുരാമ കൽപ്പസൂത്രം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള ന്യാസക്രമങ്ങൾ, പിന്നെ ബാഹ്യമായ ശ്രീചക്ര പൂജനം, യജനം മുതലായവ മാത്രമാണ്. പ്രതീകാത്മകമായ ചില അനുഷ്ഠാനങ്ങൾ മാത്രമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അതൊക്കെയേ സാധിക്കുകയുമുള്ളൂ, അല്ലേ? തിഥിനിത്യകൾ എന്ന ദേവതാ സങ്കല്പത്തിനും കാലക്രമേണ സംഭവിച്ചിട്ടുള്ള പരിണാമത്തെക്കുറിച്ചും അത് സംബന്ധിച്ച ചില ആധുനിക നിഗമനങ്ങളെക്കുറിച്ചും കുറച്ചൊന്ന് പറയാനുണ്ട് ഈ സന്ദർഭത്തിൽ. കാശ്മീര ശൈവത്തിന്റെ ഭാഗമായ ശ്രീക്രമം അഥവാ ത്രിപുരാക്രമത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ദക്ഷിണ ഭാരതത്തിൽ ശ്രീവിദ്യ എന്ന പേരിൽ കൂടുതൽ കെട്ടുറപ്പുള്ള ഒരു ഉപാസനാ പദ്ധതിയായി പൂർണ്ണമായ സ്ഥായിത്വം നേടുന്നതിന് മുൻപായി ഏതെല്ലാം ദശകളിൽ കൂടിയാണ് ഈ ആരാധനാക്രമം കടന്നു വന്നത് എന്നതിൻ്റെ കൃത്യമായ ഗതിരേഖ, റൂട്ട് മാപ്പ് ഇപ്പോഴും വ്യക്തമല്ല. ആ ശൃംഖലയുടെ പല കണ്ണികളും അപ്രത്യക്ഷമായി എന്ന് വേണം ഊഹിക്കാൻ. ത്രിപുരാക്രമത്തിൽ നിന്നും ശ്രീവിദ്യാ സമ്പ്രദായമായി പുരോഗമിക്കുന്നതിന് മുൻപായി നിത്യാക്രമം അഥവാ നിത്യാകുലം എന്ന ഒരു ദശയിൽ കൂടി കടന്നിരിക്കാം എന്ന് ചില പാശ്ചാത്യ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. വാമകേശ്വര തന്ത്രഭാഗങ്ങളായ നിത്യ ഷോഡശികാർണവത്തിലും യോഗിനി ഹൃദയത്തിലും വിവരിച്ചിരിക്കുന്ന രീതിയിൽ ശ്രീ ത്രിപുരസുന്ദരി ഉപാസന ശ്രീവിദ്യാ സമ്പ്രദായമായി പരിപൂർണമായ ഒരു രൂപം പ്രാപിക്കുന്നതിന് മുൻപായി പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നിരിക്കാം എന്ന് ഊഹിക്കാവുന്ന ഒരു നിത്യാക്രമത്തിൻ്റെ സൂചന ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പശ്ചിമാംനായ കൗള പരമ്പരയിൽപ്പെട്ട മന്ഥാന ഭൈരവ തന്ത്രം, കുബ്ജികാമത തന്ത്രം, ചിഞ്ചിണീമത സാരസമുച്ചയം മുതലായ അതിപുരാതന തന്ത്രങ്ങളിലാണ് നിത്യകളുടെ പരാമർശം ആദ്യമായി വരുന്നത്. ശിഥിലമായ ലിഖിത രൂപത്തിൽ മാത്രമാണ് നിത്യാകൗള തന്ത്രം എന്ന പേരുള്ള ഒരു പ്രാചീന ഗ്രന്ഥത്തിൻ്റെ വരികൾ നേപ്പാളിൽ ലഭിച്ചിട്ടുള്ളത്. ഇതിലെ ഒരു ശ്ലോകം ഹൃല്ലേഖ ക്ലേദിനി നന്ദ ക്ഷോഭനി മദനാതുര നിരഞ്ജന രാഗവതി മദനാവതി ഖേകല ദ്രാവണി വേഗവതി എന്നീ 11 നിത്യാദേവികളോടും 12ാമതായി കാമദേവനോടും കൂടിയിരിക്കുന്ന കാമേശ്വരിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഹൃല്ലേഖ ക്ലേദിനി നന്ദ ക്ഷോഭനി മദനാതുര നിരഞ്ജന രാഗവതി തഥാന്യ മദനാവതി ഖേകല ദ്രാവണീ ചൈവ തഥാ വേഗവതി വര ഏകാദശൈതാ ദേവ്യാസ്തേ മദനോ 12 സ്മൃതഃ. ഇതേ ശ്ലോകം ചിഞ്ചിണീമത സാര സമുച്ചയത്തിലും വരുന്നുണ്ട്. പശ്ചിമാംനായ കൗള പരമ്പരയിൽ ത്രിപുരസുന്ദരി മുതലായ ശക്തി സങ്കല്പങ്ങൾ ആവിർഭവിച്ചിട്ടില്ല. കാളീക്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഈ പശ്ചിമാംനായ പരമ്പര. കുബ്ജിക മതത്തിലെ ദേവി കുബ്ജിക സാക്ഷാൽ കാലസംഘർഷിണിയായ കാളി തന്നെയാണ്. കാമരൂപത്തിൽ കാമിക എന്ന പ്രദേശത്തിൽ ഉച്ഛൂഷ്മ നദി ഒഴുകുന്ന മഹോച്ഛൂഷ്മ വനത്തില് മഹോച്ഛൂഷ്മ നീല എന്ന പേരുള്ള 2 തടാകങ്ങളുടെ മധ്യത്തിലുള്ള കാമഗിരി പീഠത്തില് കാക്ഷിക്കുന്ന ആനന്ദത്തിൻ്റെ ഫലം തരുന്നവളായി തൻ്റെ കാമുകനായ കാമദേവനോടുകൂടി വിരാജമാനയായിരിക്കുന്ന കാമേശ്വരിയെക്കുറിച്ച് കുബ്ജികാമത തന്ത്രത്തിൽ പ്രസ്താവിച്ച് കാണുന്നുണ്ട്. അതിലെ ആ വരികൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. പുരശ്ചര്യാർണവം എന്ന പഴയ ഒരു പശ്ചിമാംനായ തന്ത്രത്തിൽ
കാമേശ്വരിയുടെ കൂടെ ഇരിക്കുന്ന കാമദേവന്റെ സ്വരൂപം വർണ്ണിക്കുന്നുണ്ട്. ജപാരുണം രത്നവിഭൂഷണാഢ്യം മീനധ്വജം ചാരു കൃതാംഗരാഗം കരാംബുജൈർ അങ്കുശമിക്ഷുചാപം പുഷ്പാസ്ത്രപാശൗ ദധം ഭജാമി. ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവന്ന പ്രകാശത്തോടു കൂടിയും രത്നാഭരണങ്ങളാൽ വിഭൂഷിതനായും ചുവന്ന ശരീരകാന്തിയോടുകൂടിയും 4 കൈകളിലായി അങ്കുശം, കരിമ്പുവില്ല്, പുഷ്പബാണം, പാശം ധരിച്ചും ഇരിക്കുന്ന മീനധ്വജനായ കാമദേവന്റെ സ്വരൂപം തന്നെയാണ് കാമേശ്വരിക്കും. പിന്നീടുള്ള ത്രിപുരാക്രമത്തിന്റെ വികസനത്തിൽ ശ്രീ മഹാത്രിപുര സുന്ദരിയുടെ സിന്ദൂരാരുണ വർണ്ണവും 4 കൈകളിലും ധരിച്ചിരിക്കുന്ന പാശം, അങ്കുശം, ഇക്ഷുചാപം, പഞ്ചബാണങ്ങൾ എന്നീ വിശേഷ ആയുധങ്ങളുടെ ഉദ്ഭവവും എവിടെ നിന്നാണ് എന്നതിൻ്റെ സൂചന ഇവിടെ നമുക്ക് കാണാം. ത്രിപുരാക്രമത്തിന്റെ അനന്തര വികാസമായ ശ്രീവിദ്യയിലെ ജഗത്തിന്റെ ഉത്പത്തിക്ക് കാരണമായ കാരണേശ്വരനായ ശ്രീ കാമേശ്വരനായും ശിവാഭിന്ന സംവിത് സ്വരൂപിണിയായ ശ്രീ കാമേശ്വരിയായും പശ്ചിമാംനായ കൗളത്തിലെ കാമദേവനും കാമേശ്വരിക്കും രൂപപരിണാമം സിദ്ധിച്ചുവെങ്കിലും അവരുടെ ശരീരവർണ്ണവും പാശാങ്കുശ പുഷ്പചാപാദി ആയുധങ്ങളും പഴയതുപോലെ തന്നെ തുടർന്നു എന്നതാണ് ചില പണ്ഡിതന്മാരുടെ നിഗമനം. എന്നാൽ ഇത്തരം കണ്ടെത്തലുകൾക്കൊന്നും മതിയായ ശാസ്ത്ര പ്രമാണമോ വേണ്ടത്ര സ്പഷ്ടത തെളിയിക്കുന്ന രേഖകളോ ഇനിയും കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. മന്ഥാന ഭൈരവതന്ത്രത്തിലെ നിത്യകളുടെ എണ്ണം 9. കാമാകർഷണം മുതലായ മാദനാദി അവസ്ഥകൾ സംബന്ധിച്ച അർത്ഥം വരുന്ന നിത്യാകൗളത്തിലെ ക്ലേദിനി, ക്ഷോഭനി, മദനാതുര മുതലായ പേരുകളിൽ നിന്നും മാറി കുലവിദ്യ, വജ്രേശ്വരി, ത്വരിത, കുരുകുല്ല, ലളിത, ഭേരുണ്ട, നീലപതാക, മംഗള, വ്യോമവ്യാപിനി എന്നീ 9 നിത്യകളാണ് മന്ഥാന ഭൈരവത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ശ്രീവിദ്യാക്രമത്തിൽ ശ്രീചക്രത്തിന്റെ മധ്യത്രികോണത്തിന്റെ 3 വശത്തും സ്ഥാനം പിടിക്കുന്ന 15 തിഥിനിത്യകളെയാണ് തന്ത്രരാജതന്ത്രവും നിത്യാഷോഡശികാരണവും വിസ്തരിച്ച് വിവരിച്ചിട്ടുള്ളത്. മന്ഥാന ഭൈരവത്തിലെ നിത്യകളുടെ പേരുകൾക്കും ഇപ്പോഴത്തെ തിഥിനിത്യകളുടെ പേരുകൾക്കും ഉള്ള സാമ്യവും ശ്രദ്ധേയമാണ്. തിഥിരൂപേണ കാലസ്യ പരിണാമാവലോകനം നിത്യ പഞ്ചദശൈതാഹ സ്യുരിതി പ്രോക്താസ്തു വാസനാഹ. തിഥികളുടെ രൂപത്തിലുള്ള കാലപരിണാമത്തിന്റെ ഒരു അവലോകനമാണ് 15 നിത്യാദേവതകളുമായുള്ള സ്വാത്മൈക്യ ഭാവനം എന്ന തന്ത്രരാജത്തിലെ വീക്ഷണം. അതായത് ചന്ദ്രന്റെ വളരുന്നതും ക്ഷയിക്കുന്നതുമായ 15 തിഥികളിൽ കൂടിയുള്ള ക്രമം തെറ്റാതെയുള്ള കാലപരിണാമത്തിന്റെ അവലോകനത്തിൽ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രാധാന്യം പരിഗണിച്ച് അതുമായി യോജിച്ച് ശരീരത്തിലെ സുഷുമ്നാമാർഗത്തിൽ കുണ്ടലിനി സഞ്ചാരവുമായി ബന്ധപ്പെടുത്തിയുള്ള പൂർവ്വസമയമാർഗത്തിലെ യോഗസാധനാ രീതിയിൽ നിന്നും പ്രതീകാത്മകമായ ഉപാസനാരൂപത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതായിരിക്കണം ഇക്കാലത്തെ ശ്രീചക്ര നവാവരണ പൂജയോടുകൂടി സംബന്ധിച്ചുള്ള തിഥിനിത്യ പൂജനം. ആവരണ ദേവതകളല്ലെങ്കിലും കൂടി ഈ തിഥിനിത്യാദേവതകൾ ശ്രീചക്രത്തിലെ ത്രികോണത്തിൽ സ്ഥാനം പിടിച്ചതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം. എപ്പോഴോ പഴയ കാലങ്ങളിൽ ഇവർക്കുണ്ടായിരുന്ന പ്രാമുഖ്യം കാരണം. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ഈ 17-ാം ശ്ലോകത്തിൻ്റെ വിവരണം അവസാനിപ്പിക്കാം. 18-ാമത്തെ ശ്ലോകം തൊട്ടുള്ളത് അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.